അനുമോളെ പി ആർ ജയിപ്പിച്ചു, അനുമോളെ പി ആർ ജയിപ്പിച്ചു. ഞാനൊരു ബിഗ് ബോസ് അഡിക്റ്റ് അല്ല, ഞാൻ ബിഗ് ബോസിൽ ആരുടെ ഫാനും അല്ല. പക്ഷെ അനുമോൾക്ക് പി ആർ കാരണമാണ് ആ ട്രോഫി കിട്ടിയതെന്ന് പറഞ്ഞിട്ട് കുറെ ആൾക്കാർ ആ പെങ്കുച്ചിന് ആ ട്രോഫിയായിട്ട് പുറത്തിറങ്ങാൻ സമാധാനം കൊടുക്കാത്ത രീതി നടക്കുന്നുണ്ട്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ അനുമോൾക്ക് കപ്പ് കിട്ടിയത് പി ആർ കൊണ്ട് മാത്രമാണെന്ന്? ഇതുവരെയുള്ള സീസണിൽ ലാലേട്ടൻ ഒഴിച്ച് വന്നവർക്കും നിന്നവർക്കും പോയവർക്കും ഒക്കെ ഉണ്ട് ഈ പി ആർ. പിന്നെ എങ്ങനെയാണ് അനുമോള് മാത്രം പി ആർ കൊണ്ട് കപ്പെടുക്കുന്നത്? പി ആർ ആണ് അനുമോൾക്ക് കപ്പെടുത്ത് കൊടുത്തതെന്നുണ്ടെങ്കിൽ ബിഗ് ബോസ് തീരാൻ 3 ദിവസം മാത്രം ബാക്കി നിൽക്കുന്ന സമയത്ത് അനുമോളേക്കാൾ ലീഡിങ്ങിൽ അനീഷേട്ടൻ വരില്ലായിരുന്നു. ലാസ്റ്റ് 3 ഡേയ്സിലാണ് വോട്ട് മാറിയതും അനുമോള് മുന്നിലെത്തിയതും. അതെന്താ, ഈ 3 ദിവസം മുമ്പ് അനുമോളുടെ പി ആർ ഉറങ്ങിപ്പോയോ? അവർക്ക് കഴിവില്ലായിരുന്നോ? അവസാന 3 ദിവസങ്ങളിൽ ഏഷ്യനെറ്റ് റീ എൻട്രി ചെയ്യിപ്പിച്ച പഴയ കണ്ടസ്റ്റന്റ്സ്, അവരിൽ മേജർ ആൾക്കാർക്കും അനുമോളിനോട് വൻ ശത്രുതയുണ്ടായിരുന്നു. അവരാണ് അനുമോൾക്ക് ട്രോഫി എടുത്തു കൊടുത്തത്, അല്ലാതെ പി ആർ മാത്രം അല്ല. ഈ പി ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുമോളുടെ വിജയത്തിന് വേണ്ടി പ്രവർത്തിക്കുമെന്ന് അനുമോൾ വിശ്വസിക്കുന്ന ഒരു ടീമാണ്. പക്ഷേ നമ്മളെങ്ങനെ വിശ്വസിക്കുന്നവരോ നമ്മളെങ്ങനെ എക്സ്പെക്ട് ചെയ്യുന്നവരോ ഒന്നും ആയിരിക്കില്ല ഒരു പക്ഷേ നമ്മളുടെ ജീവിതത്തിൽ വിജയം കൊണ്ട് തരുന്നത്. നമ്മളൊട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത് തീരെ എക്സ്പെക്ട് ചെയ്യാത്ത ചില ആൾക്കാർ ശത്രുക്കളായിട്ട് നമ്മുടെ ലൈഫിലേക്ക് കയറി വരും. അനുമോളും അവരും തമ്മിൽ യാതൊരുവിധ പേഴ്സണൽ പ്രശ്നങ്ങളും ഇല്ല. ഇതുപോലെ തന്നെ നമ്മുടെ ലൈഫിൽ നമ്മൾ ആരോടൊന്നും ചെയ്തിട്ടുണ്ടാവണമെന്നൊന്നും ഇല്ല ആൾക്കാർ നമ്മുടെ ശത്രുക്കളാവാൻ വേണ്ടിയിട്ട്. ചില സാഹചര്യങ്ങൾ, ചില ധാരണകൾ, ചില തെറ്റിദ്ധാരണകൾ, ചില ആൾക്കാർക്കൊക്കെ നമ്മൾ കാരണമാണ് അവർക്ക് കപ്പ് കിട്ടാതെ പോയതെന്നോ അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ആലോചിച്ച് കൂട്ടിയിട്ട് അവർ നമ്മളുടെ ശത്രുക്കളായിരിക്കും ജീവിതത്തിന്റെ ഏത് പോയിന്റിൽ ഏത് ശത്രുക്കൾ വന്നാലും പോയാലും തളരാതിരിക്കുക. നിങ്ങൾ ആരെയും ചതിച്ചിട്ടില്ലെങ്കിൽ, നിങ്ങൾ ആരെയും ദ്രോഹിച്ചിട്ടില്ലെങ്കിൽ, നിങ്ങൾക്ക് ആരോടും പേഴ്സണൽ പ്രശ്നങ്ങൾ ഇല്ലെങ്കിൽ, ആരുടെയും നിങ്ങളൊന്നും തട്ടിയെടുക്കാൻ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചിട്ടും പോലും ഇല്ല, നിങ്ങളൊരു പ്യോർ സോളാണെന്ന് നിങ്ങളുടെ മനസ്സിൽ ബോധ്യമുള്ളിടത്തോളം കാലം കാമായിട്ടിരിക്കുക. ഒരു ദിവസം ആ ട്രോഫി നിങ്ങൾക്കും കിട്ടും. നമ്മൾ ജീവിതത്തിൽ ഒട്ടും പ്രതീക്ഷിക്കാത്ത ചില അവരായിരിക്കും നമ്മുടെ ശത്രുക്കൾ. ഒരു പക്ഷേ ഈ ശത്രുക്കൾ തന്നെയായിരിക്കും നമ്മുടെ വിജയത്തിനും നമ്മുടെ നേട്ടത്തിനും നമ്മുടെ മാറ്റത്തിനും ഒക്കെ കാരണമാകുന്നത്. പിന്നെ ഈ അവസരത്തിൽ ഞാൻ അനീഷേട്ടനെ മാറ്റി നിർത്തുന്നില്ല കേട്ടോ. അങ്ങനെ ഒരു നല്ല മനുഷ്യനാണ്. കാരണം അങ്ങേർക്ക് അറിയായിരുന്നു അങ്ങേരുടെ ഏറ്റവും വലിയ എതിരാളി അനുമോളാണെന്നും അനുമോളെ തോപ്പിക്കേണ്ടത് അത്യാവശ്യമാണെന്നും. പക്ഷെ അത് അറിഞ്ഞിരിക്കെ തന്നെ അവസാന ദിവസങ്ങളിലും അങ്ങേര് മത്സരബുദ്ധിയൊന്നും കാണിക്കാതെ അനുമോളെ അയാൾ ടാർഗറ്റ് ചെയ്തിട്ടില്ല. ദാറ്റ് മീൻസ് ചില ആൾക്കാർക്ക് കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് അറിയാമെങ്കിലും ചില അംഗീകാരങ്ങളെക്കാളും ചില വിജയങ്ങളെക്കാളും മനുഷ്യന്മാരെ സ്നേഹിക്കുന്നതും മനസ്സിലാക്കുന്നതുമായിട്ടുള്ള ഒരു മനസ്സ് നേടാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ള കാരണം കൊണ്ട് ചില ആൾക്കാരെ ചില തോൽവി പോലും വിജയമായിട്ട് കാണുന്നുള്ളതാണ്. സോ അനീഷേട്ടൻ ഈ അവസരത്തിൽ അപ്രീഷിയേറ്റ് ചെയ്യുന്നു, അനുമോളെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു, എല്ലാ മത്സരാർത്ഥികളെയും അപ്രീഷിയേറ്റ് ചെയ്യുന്നു. എന്തായാലും അതങ്ങോട്ട് കഴിഞ്ഞു കിട്ടി, തീർന്നു.